ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് സന്ദീപ് വാര്യർ കയറി വന്ന് ഞാൻ ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു, UDF-മായി സഹകരിക്കാം എന്ന് പറഞ്ഞത്. ഇത് വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിച്ചു പോകും എന്ന് വന്നതോടുകൂടി RSSന്റെ കാല് പിടിക്കാൻ തയ്യാറായി പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യരെ ഇപ്പം അവർക്ക് വശത്താക്കാൻ കഴിഞ്ഞത്. സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ RSSന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ വിഭിന്നമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ കോൺഗ്രസിനോടുള്ള ഇന്നത്തെ ഈ അടുപ്പം ഐക്യജനാധിപത്യ മുന്നണിയെ സാരമായി ബാധിക്കും എന്ന പരോക്ഷ സന്ദേശം കോൺഗ്രസിന്റെ പ്രഗത്ഭനായ നേതാവ് ഇന്നലെ മുരളീധരൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. മുരളീധരൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യം പരിപൂർണമായും ശരിയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മുരളീധരൻ അവസാനം പറഞ്ഞത് ഒരു കുറ്റബോധം കൊണ്ട് ക്ഷമാപണം നടത്താൻ കിട്ടിയ ഒരവസരമായിരുന്നു വയനാട്. ഒരാഴ്ച മുമ്പേ ഈ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമാകുമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഹിന്ദുത്വ ഫാസിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ഇന്നേ വരെ കാണാത്ത രൂപത്തിൽ വർഗീയത ഛർദിച്ച സന്ദീപ് വാര്യരെ തുറന്നു കാട്ടുകയാണ് ഇന്നലെ മുരളീധരൻ ചെയ്തിട്ടുള്ളത്. ആ മുരളീധരന്റെ നിലപാടിനോട് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കണം. SDPI RSS അവിശുദ്ധ ബന്ധത്തിന്റെ ഒരു ഭാഗവും കൂടിയാണിത്. ഇത് വളരെ സമർത്ഥമായിട്ടാണ് ഈ നാടകം ഒപ്പിച്ചെടുത്തത്. അപ്പോൾ SDPIക്കാർ ഇപ്പോ കോൺഗ്രസിനോട് പറഞ്ഞത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ജയിക്കാൻ, RSSനെ കൂട്ടുപിടിക്കാൻ സന്ദീപ് വാര്യരെ ഉപയോഗപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാടകങ്ങൾ ഇപ്പോൾ കളിക്കുന്നത്. യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ RSSൽ നിന്ന് മാറിയിട്ടില്ല. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ഒരു രൂപത്തിലും മോചിതനായിട്ടില്ല. ആ രൂപത്തിലുള്ള ഒരു സന്ദേശവും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കൊടുക്കാതെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഐക്യജനാധിപത്യ മുന്നണി. ഞാൻ ചോദിക്കട്ടെ, എന്റെ അമ്മ മരിച്ചേ കാണാൻ വേണ്ടി ആരും വരുന്നില്ല, BJPന്റെ നേതാക്കന്മാർ വരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഒന്നാശ്വസിപ്പിക്കൂലേ? നിങ്ങൾ ആശ്വസിപ്പിക്കൂലേ? ആരാ ചെയ്യാത്തത്? അപ്പം മരണ വീട്ടിൽ വന്നില്ല, കാണാൻ വന്നില്ല, അത് തെറ്റായി പോയി എന്ന് ഞാൻ ഒരു ഭാഗത്ത് പറയുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തോടുള്ള നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കൂ. അത് അദ്ദേഹത്താണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞത് സരിനെ പറ്റിയിട്ട് അതിനൊക്കെ ഒരു ദുർവ്യാഖ്യാനാണ്. അതിന്റെ കൂടെ വായിച്ച മനസ്സിലാവുന്നത് അതാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഈ സരിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പ്രയോഗം നടത്തിയത്. പക്ഷെ അത് കൂട്ടിയിട്ട് ഇപ്പൊ എന്തായി മറ്റേ ക്രിസ്റ്റൽ ക്ലിയർ അതാകും. അതിൽ യാതൊരു സംശയമില്ല. ഏതൊരാൾക്കും ഒരു കേഡറായാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നൊരു കേഡറായാൽ അത് അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ നിലപാട് വ്യക്തമാക്കണമല്ലോ. ഇത് ഇപ്പോഴും കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള സന്ദീപ് വാര്യർ RSS പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ഇതുവരെ എടുത്ത നിലപാടിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങളെ ഇതുപോലെ അപമാനിച്ചു എന്ന് മാത്രമല്ല, ജമ്മുകാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ പറഞ്ഞത്? എന്താ കൂട്ടക്കൊല നടത്തണം, എന്നിട്ട് കഴുത്തിൽ ടയറ് കെട്ടി കത്തിക്കണം. ഈ രൂപത്തിൽ വിഷം തുപ്പുന്ന പ്രയോഗം ഈ കേരളത്തിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇന്നേ വരെ നടത്തിയിട്ടുണ്ടോ? രാഹുലിനെ പറ്റിയിട്ട് പറഞ്ഞെന്താ? അദ്ദേഹത്തിന്റെ ചികിത്സ കോട്ടക്കലല്ല വേണ്ടത്, എവിടെയാ? കുതിരവട്ടത്താണ് വേണ്ടത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്നേ വരെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് എന്താ പറഞ്ഞു? ചെറുതായിട്ടൊന്ന്. നമ്മളെ എന്റെ ഒരു സുഹൃത്ത് 2 കല്യാണം കഴിഞ്ഞ് 3ാമത്തെ കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ ചോദിച്ചു,
അല്ല ഇതൊരു ശരിയാണ്. അല്ല അതൊരു ചെറിയ കല്യാണം. അതൊരു പ്രത്യയശാസ്ത്രമാണെന്ന് പാർട്ടി മാറിയാൽ ആളുകളുടെ പ്രത്യയശാസ്ത്രം മനസ്സിന് മാറില്ല എന്നുള്ള താങ്കൾ ഇപ്പോൾ പറഞ്ഞു. RSS പാർട്ടി മാറിയാലും RSS അല്ല അത് പറഞ്ഞാൽ മതിയെന്നേ ഞാൻ പറയുന്നത്. ഇപ്പൊ മാറണമെന്ന് ഞാൻ പറഞ്ഞത് ഏതാ സുഹൃത്ത് മലയാളം ഞാൻ പറഞ്ഞത് ഞാൻ ഇതുവരെ പറഞ്ഞത് മുസ്ലിംസിനെതിരായി പറഞ്ഞത്, ഹിന്ദുത്വത്തിന് വേണ്ടി പറഞ്ഞത്, RSSന് വേണ്ടി പറഞ്ഞത് തെറ്റായിരുന്നു. ഞാൻ ഇനി കോൺഗ്രസിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തോടാണ് എനിക്ക് യോജിപ്പ്. ഇന്നലെ വരെ ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു. ഇനി ഞാനത് പറയില്ല. രാഹുലിനെതിരായി പറഞ്ഞത്, മഹാത്മാഗാന്ധിക്കെതിരായി പറഞ്ഞത്, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായി മൊത്തത്തിൽ പറഞ്ഞത് മാപ്പാക്കണം ജനങ്ങളെ, മലയാളികളെ എന്ന് പറഞ്ഞു വോട്ടിന് ചോദിക്കണം. അതിന് വോട്ടിന് ചോദിക്കാൻ ധൈര്യമുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞ ഇതുപോലെ ഞാൻ സാധാരണ നിലയിൽ ഇപ്പം മുരളീധരന്റെ വാക്കുകളാണ് കൊട്ടേഷനായിട്ട് എടുക്കുക. അദ്ദേഹം പറഞ്ഞ് മേപ്പറമ്പിൽ വന്നിട്ട് പ്രസംഗിച്ച് ഞങ്ങൾക്ക് അനുഭവമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഓരോന്ന് പറഞ്ഞു. അതിമനോഹരമായി. എങ്ങനെയാണോ കരുണാകരൻ സറ്റയർ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്തത് അതുപോലെ പറഞ്ഞു. ഇതുപോലെ ഹൃദയത്തിന് കുത്തിയ വാക്കുകൾ ഈ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അത് തങ്ങള് കോൺഗ്രസ്സുകാർ ലീഗുകാരും പറഞ്ഞു ഉടനെ പോയിട്ട് കാല് പിടിച്ചിട്ടില്ലെങ്കിൽ ഉള്ള അടി ഒഴുകി പോകുന്നു. അത് ഇന്ന് രാവിലെ ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്നെ വിളിച്ചു. ഇത് നല്ല ഇവർ വിചാരിക്കുന്നത് കലത്തുനിന്ന് പോയാൽ കഞ്ഞിക്കലത്തിലേക്ക് ഉണ്ടാവുന്നതാണ്. കലത്തിലും ഉണ്ടാവില്ല, കഞ്ഞിക്കലത്തിലും ഉണ്ടാവില്ല എന്നാണ് ആ കോൺഗ്രസിന്റെ നേതാവ് എന്നോട് പറഞ്ഞത്. RSSകാർക്ക് ആവേശം ഉണ്ടാവും. ഇയാളുടെ കൂടെയുള്ള RSSകാർക്ക് അല്ലല്ല ആവേശം ഇയാള് പോയതുകൊണ്ട് തന്നെ ആവേശം ഉണ്ടാവും. വേറെ ആവശ്യമില്ല. അതുണ്ടാവും. അത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSന്റെ ഒരു സഹായമാണല്ലോ കിട്ടുന്നത്. RSSുമായിട്ടുള്ള UDFന്റെ ഒരു പാലമാണിത്. അത് പൊട്ടിച്ചിട്ടില്ല അദ്ദേഹം. ഞാൻ ഉറപ്പിച്ചു പറയാം, അദ്ദേഹത്തിന്റെ അമ്മയുടെ ഓർമ്മ നിലനിൽക്കുന്നിടത്തോളം കാലം RSSനെതിരായിട്ട് പറയാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത് RSSുമായിട്ടുള്ള ബന്ധമാണ്. അത് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള പൊക്കിക്കൊടി ബന്ധം എന്ന് പറയുന്നത് അമ്മയുമായിട്ടുള്ളതാണ്. അതൊരിക്കലും പൊട്ടിക്കാൻ കഴിയില്ല. പുള്ളി പറഞ്ഞത് പ്രത്യയശാസ്ത്രമൊക്കെ വിട്ടു, ഇനി സ്നേഹത്തിന്റെ കടയിലേക്കാണ് ഞാൻ അപ്പൊ അതാ മുരളി പറഞ്ഞത്. സ്നേഹത്തിന്റെ കടയിൽ ഒറ്റപ്പാല ഇലക്ഷൻ വരുന്നത് വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പോകുന്നാ പറഞ്ഞത്. ഒറ്റപ്പാല ഇലക്ഷൻ കഴിയുന്നത് വരെ ഈ സ്നേഹത്തിന്റെ കടയിൽ ഇങ്ങനെ ചായക്കട അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ചായക്കടയും ഉണ്ടാവില്ല, കാപ്പിപ്പൊടിയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഗ്ലാസും ഉണ്ടാവില്ല, പിഞ്ഞാണും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിലപാട് വ്യക്തതാണ്. ഏത് നിലപാട്? പ്രത്യയശാസ്ത്രത്തോടുള്ള നിലപാട് വ്യക്താക്ക്. അതിനുശേഷം ഞങ്ങൾ പറയാന്നല്ല പറഞ്ഞത്. മറ്റേതിപ്പോ നിങ്ങൾ വന്നിട്ട് പറയുന്നത് എന്റെ വീട്ടിലൊരു മരണം ഉണ്ടായി, പാലം വന്നില്ലല്ലോ, പാലം തെറ്റായി പോയി എന്നല്ലേ പറയാ. ആ സാഹചര്യത്തിലാണ് അത് പറഞ്ഞത്. അതെനിയും പറയൂ. എല്ലാവരും മാന്യന്മാരല്ലേ? മാന്യം എന്ന് പറഞ്ഞ അവർകളെന്ന് പറയില്ലേ നമ്മള്? മന്ത്രിയോട് ഒരു സ്നേഹവും ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ഒരു സ്റ്റേജ് കിട്ടിയാല് അവറുകൾ ബഹുമാനപ്പെട്ട മന്ത്രി എന്നല്ലേ പറയാ? എന്തെങ്കിലും സ്നേഹത്തോട് കൂടിയിട്ടാണോ പറയുന്നത്? ഒന്നുമല്ല. ഓക്കെ, ഏത് അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വിഷമത, അതായത് അമ്മ മരിച്ച് എന്റെ വീട്ടിൽ മാർസിസ്റ്റുകാർ വന്നു, ഒരു BJPന്റെ നേതാവ് സ്ഥാനാർത്ഥി വന്നില്ല എന്ന് പറയുന്ന ആ കരച്ചിൽ കേട്ടിട്ട് ഞാൻ പറഞ്ഞു അതൊരു തെറ്റായിപ്പോയി, പോകേണ്ടതായി. അയാൾ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയല്ല. അത് നിങ്ങളും പറയുന്നേ. ഞാൻ പരിഹസിച്ചല്ലോ. ഞാൻ അയാൾ സ്വീകരിച്ച ഇപ്പോഴുള്ള നയത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്നലെ വരെ ഞാൻ സ്വീകരിച്ചത് തെറ്റായി പോയിരുന്നു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ടേക്ക് ഇറ്റ് ആസ് ഗ്രാൻഡഡ്, ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക്. അത് പറയട്ടെ. അത് വിളിക്കുക. എന്താണെന്നറിയോ? RSSന്റെ ക്യാമ്പിന്റെ കാവൽ നിന്ന ഒരാളാണ് വലത്തുള്ളത്. ഒരു വലത്ത് ഗഡത്തിലെ ആൾ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MS ഗോൾവാൾക്കറെ ചിത്രത്തെ പ്രാർത്ഥിക്കുന്ന ഒരാളാണുള്ളത്. അതിന്റെ കടയിൽ നിൽക്കേണ്ട ഏറ്റവും നല്ല അനുയോജ്യനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഏതാണ്ടൊരു RSSന്റെ ക്യാമ്പായി ഇപ്പോൾ KPCC.
ഇതുപോലെ RSSന്റെ നിയന്ത്രണത്തിൽ KPCC വന്ന ഒരു കാലഘട്ടമില്ല. അതിന്റെ കൂടെ നമ്മൾ SDP ക്കാറും എന്താ വോട്ട് പിടുത്തം പറഞ്ഞോ. മാർസിസ്റ്റുകാർ തന്നെയാണ് ജയിക്കേണ്ടത്, പക്ഷെ 3-ാം സ്ഥാനമല്ലേ. അപ്പൊ ഇത് കേൾക്കുന്ന പാവപ്പെട്ട ഈ മതേതര വിശ്വാസിന്റെ മനസ്സിന്റെ അകത്ത് എന്താ ഉണ്ടാവുക? ഞങ്ങൾ 3-ാം സ്ഥാനത്താന്ന. അത് പൊളിച്ചു. ആര്? മുരളിയും പൊളിച്ചു, അതുപോലെ തന്നെ നമ്മുടെ ചെന്നിത്തലയും പൊളിച്ചു, ചാണ്ടിയുമ്മനും പൊളിച്ചു. കറക്റ്റ്, ചാണ്ടിയുമ്മനും പൊളിച്ചു. ഡയറക്റ്റ് ഫൈറ്റാണ്. ആ ഡയറക്റ്റ് ഫൈറ്റിൽ നിന്ന് മാറി ഇടതുപക്ഷം ജയിച്ചു പോകും എന്ന ആശങ്ക വന്ന സമയത്താണ് മറുകണ്ഠം ചാടുന്നത് പ്രതിപക്ഷ നേതാവ്. അതിന്റെ ഉൽപ്പന്നമാണ് സന്ദീപ് വാര്യർ ഇപ്പോഴും RSSൽ നിന്നുകൊണ്ട് UDFന് വേണ്ടി പ്രവർത്തിക്കുന്നത്. പോരെ, ക്ലിയറായി.